ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയും തണുപ്പും അല്ല, പ്രകൃതിയിലേക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിനൊരു സുഖവും സന്തോഷമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം, അവിടെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി. ഇഡ്ഡലിയും സാമ്പാറുമാണെന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്നത്. കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാപ്പി കുടിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇഡ്ഡലിയുടെ മാവൊക്കെ കോരി ഒഴിച്ച് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ അടുപ്പിൽ വെച്ചിട്ട്, ഇന്നലെ ആണെങ്കിൽ പച്ചക്കറി നന്നാക്കി വെച്ചില്ല. പച്ചക്കറി അരിഞ്ഞ് വെക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ ആ ഒരു ജോലിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ കഴുകി അരിഞ്ഞ് അടുപ്പിൽ വെച്ച് വൃത്തിയായി കഴുകി അരിഞ്ഞ് അടുപ്പിൽ വെച്ചു. അതിന് ശേഷം ഞങ്ങളാണെങ്കിൽ, ഞാൻ മലപ്പുറത്താണ് എൻ്റെ സ്ഥലം. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ രണ്ട് സ്ലാങ്ങും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവിടെ വെണ്ടയ്ക്കൊന്നും സാമ്പാറിൽ നേരിട്ടിടില്ല. വെണ്ടയ്ക്ക വഴറ്റിയാണ് ഞങ്ങൾ സാമ്പാറിലിടുന്നത്, അഴുവി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കടുക് വറുത്ത് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് വഴറ്റി അത് സാമ്പാറിൽ ഒഴിച്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ റെസിപ്പിക്ക് എങ്ങനെയാണെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. എന്താണ് എൻ്റെ ഭാഗത്തുള്ള തെറ്റെങ്കിലും നിങ്ങൾ പറയണം. അങ്ങനെ ഞാനിന്ന് ചായയും കൂടെ ഇട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ചായയും ഇട്ട് വെച്ചിട്ടാണ് ഞാൻ റെഡിയാവാൻ നോക്കുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കാരമരമുണ്ട് ഇവിടെ ഫ്രണ്ടിൽ. ശരിക്ക് കാരയ്ക്ക വീണെടുക്കുന്നു. അതെല്ലാം കുറച്ച് പിറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇതുവഴി പോണവരൊക്കെ ചോദിക്കും കാരയ്ക്ക, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് കാരയ്ക്കൊക്കെ പിറക്കി വെച്ച് ഞാൻ റെഡിയായി കുളിച്ചിട്ട് വന്നു. ഇനി ക്ഷേത്രത്തിൽ പോകണം. എൻ്റെ ക്ഷേത്രത്തിൽ പോകേണ്ട ലുക്കാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലോട്ട്, ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ക്ഷേത്രത്തിൽ പോകാൻ കുറച്ച് ദൂരമേ ഉള്ളേ. നടന്നാണ് പോയത്. അവിടെ ഒരു ആൻറ്റി ഹാരവും തിരിയും എണ്ണയെല്ലാം വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ഹാരവും വാങ്ങിച്ച് ക്ഷേത്രത്തിലോട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ ചെന്ന് ദേവിയുടെ അടുത്ത് നന്നായി തൊഴുത് എനിക്കവിടുന്ന് പ്രസാദം, ഇന്നാണെങ്കിൽ എനിക്ക് പായസം കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ പായസം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പായസം എടുത്ത് ഞാൻ പുറത്തേക്ക് നോക്കി നിന്ന് ആസ്വദിച്ച് കുടിച്ചു. എന്തൊക്കെയോ ഓർമ്മകളും പഴയ നല്ല നൊസ്റ്റൊക്കെ അടിച്ച് ഞാൻ മഴയും കണ്ട് ആ പായസം കുടിച്ച് പറയാതിരിക്കാൻ വയ്യ. പണ്ടത്തെ പല ഓർമ്മകളും. അങ്ങനെ പായസം കുടിച്ച് അതിന് ശേഷം ഇന്ന് കാപ്പി, എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാപ്പി എടുത്ത് ഇഡ്ഡലി സാമ്പാറും, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും എടുത്ത് ഒരു 3 ഇഡ്ഡലി അങ്ങ് കഴിച്ചു വയറ് നിറച്ച്. ഒരു ഗ്ലാസ്, ഞാൻ ചെറിയ ഡയറ്റിലാണ്, അതുകൊണ്ട് മധുരമിടാത്ത ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കിന്ന് എന്തായിരുന്നു കാപ്പി? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചായിരുന്നോ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഞാനിതിൻ്റെ കാര്യങ്ങൾ, ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ നോക്കണം. മോന് വന്ന കാപ്പി കൊടുക്കണം. അങ്ങനെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹസ്ബൻഡിന് ചോറ് കൊണ്ടുപോകണം, ആ ചോറെല്ലാം റെഡിയാക്കണം. അങ്ങനത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ വീഡിയോകൾ കാണണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.